നമസ്കാരം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ബിഗ് സ്ക്രീനിലെ പൊങ്കലാഘോഷങ്ങൾക്ക് തിരിതെളിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ന്യൂ ഇയർ ഓപ്പണിംഗ് പേട്ട തിയേറ്ററിലെത്തി. പിസ, ജിഗർതണ്ടെ, ഇറൈവെ, മെർക്കുറി എന്നീ നാല് ചിത്രങ്ങളിലൂടെ പ്രതിഭ തെളിയിച്ച കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് സൺ പിക്ചേഴ്സ് ആണ്. മാസ് ഡയലോഗുകളും പ്രായത്തെ തോൽപ്പിക്കുന്ന മെയ്വഴക്കവും കോരിത്തരിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളും കൊണ്ടാണ് രജനീകാന്ത് പ്രേക്ഷക ലക്ഷങ്ങളുടെ ഹൃദയത്തിൽ കയറിക്കൂടിയിരിക്കുന്നത്. പേട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന രജനീകാന്ത് കാളി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഒരു കോളേജ് ഹോസ്റ്റലിന്റെ വാർഡനായി എത്തുന്നതോടെ ക്രമം തെറ്റിയ ഹോസ്റ്റൽ കാര്യങ്ങൾ നേർവഴിക്ക് നടക്കുന്നു. ബോബി സിംഹ അവതരിപ്പിക്കുന്ന മൈക്കിളും കൂട്ടരും നടത്തുന്ന റാഗിങ്ങിന് അവസാനം കുറിച്ചുകൊണ്ടാണ് രജനിയുടെ മാസ് എൻട്രി. വിജയ് സേതുപതി, നവാസുദ്ദീൻ സിദ്ദിഖി, ശശികുമാർ, സിമ്രാൻ, തൃഷ എന്നിങ്ങനെ മിന്നിത്തിളങ്ങുന്ന ഒരു വലിയ താരനിര തന്നെയുണ്ട് ചിത്രത്തിൽ. സമീപകാല തമിഴ് സിനിമാ ലോകത്തെ പ്രതിഭാസം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വിജയ് സേതുപതിക്ക് സ്ക്രീൻ പ്രസൻസ് അധികമൊന്നുമില്ലെങ്കിലും തന്റെ വില്ലൻ വേഷം ഭംഗിയാക്കിയിട്ടുണ്ട്. അതേസമയം സിമ്രാനും തൃഷയ്ക്കും കാര്യമായ റോളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകം പരാമർശിക്കേണ്ടത് നവാസുദ്ദീൻ സിദ്ദിഖിയുടെ അസാധ്യ അഭിനയമാണ്. சிறப்பான தரமான சம்பவங்களை இனிமேதா பார்க்க போறேன். അതോടൊപ്പം മലയാളത്തിന് അഭിമാനമായി മണികണ്ഠനും മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. മലയാളിയായ മാളവിക മോഹനനും ശ്രദ്ധേയ കഥാപാത്രം കൊണ്ട് തിളങ്ങിയിട്ടുണ്ട് ചിത്രത്തിൽ. ആദ്യ പകുതി മെല്ലെ സഞ്ചരിച്ചപ്പോൾ രണ്ടാം പകുതി ചടുലമായിരുന്നു. ഉഗ്രൻ ട്വിസ്റ്റ് കൂടി നിൽക്കുമ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ തിയേറ്ററിനെ ആവേശത്തിലാഴ്ത്താനുള്ള വക തന്നെയുണ്ടായിരുന്നു പേട്ടയിൽ. സത്യമാ சொல்றேன், അടിച്ച് 100 പേരോട് ഓഴ വിട്ടുടുവേ, മാനം പോലെ തിരിപ്പി വരാതെ പാത്തുക്കോ. അനിരുദ്ധ് രവിചന്ദർ ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം അതിഗംഭീരം തന്നെയായിരുന്നു. മാത്രമല്ല ചിത്രത്തെ ചടുലമാക്കാൻ BGMനും വളരെയധികം സാധിച്ചിട്ടുണ്ട്. തിരുവിന്റെ ക്യാമറ സിനിമയെ നന്നായി മനസ്സിലാക്കി തന്നെയായിരുന്നു. മലയാളി കൂടിയായ വിവേക് ഹർഷന്റെ എഡിറ്റിംഗും VFXും വിഭാവകവും വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പേട്ട പക്ക രജനീകാന്ത് ചിത്രം തന്നെയാണ്, സംശയമില്ല. ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക എല്ലാം തരുന്ന ഒരു കിടിലൻ മാസ് ചിത്രം. എന്നാൽ രജനിയെ ഉയർത്തിക്കാട്ടുന്നതിനിടയിൽ മറ്റു താരങ്ങൾ നിഷ്പ്രഭമാക്കുകയും കലാമൂല്യമുള്ള സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ കാർത്തിക്കിന്റെ തനതായ ഇലമെന്റുകൾ കുറഞ്ഞു പോവുകയും ചെയ്യുന്നത് പേട്ടയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും പൊങ്കലാഘോഷങ്ങളിൽ പേട്ട മുമ്പിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.